ഇന്ന് വിവിധ ഭവനങ്ങളിലിരുന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ വിലപ്പെട്ട സഹോദരങ്ങൾക്കും മാതാപിതാക്കൾക്കും കുഞ്ഞുകുട്ടികൾക്കും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം അറിയിക്കുകയാണ്. I greet every one of you, all the families, all the children that have joined together in worship this morning. COVID-19 ബാധിച്ച് ഏതാണ്ട് 3 മില്യൺ ജനത ഇന്ന് ലോകത്തിൽ കഷ്ടപ്പെടുകയാണ്. Today, more than 3 million people are suffering from COVID. ഏതാണ്ട് 1 മില്യൺ ജനത 1 ലക്ഷം 2 ലക്ഷം ആൾക്കാർ മരണം വഴിയായി കടന്നുപോയിട്ടാണ് എൻ്റെ ഓർമ്മയിലുള്ളത്. What is in my memory is that around 200,000 individuals have lost their lives. അതിൻ്റെ 4/1 അമേരിക്കയിലാണ് സംഭവിച്ചിരിക്കുന്നത്. And a quarter of that has happened in America. അത് ഭയപ്പെടുത്തുന്നതായ ഒരു സംഖ്യയാണ്. And that is a terrifying statistic. താഴോട്ടുള്ള ഒരു ഡിക്രീസ് ഈ സംഖ്യയിൽ കാണാൻ വേണ്ടി നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും അതിൻ്റെ നമ്പർ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. We're desiring to see a decrease in these numbers, but even now those numbers are climbing. ഒരു സമയത്ത് ഭാരതം സേഫ് ആണെന്ന് വിചാരിച്ചു. പക്ഷേ ഇന്ന് അത് തിരുത്തി എഴുതിയിരിക്കുകയാണ്. At one point we thought that India was safe, but today that is not the case. ഇവിടെ ഞാൻ ഈ ഒരു സൂചന തുടക്കത്തിൽ നൽകിയത് നമുക്ക് പ്രാർത്ഥനയിൽ നിന്ന് പിന്മാറാൻ സമയമായിട്ടില്ല, അനുതാപത്തിൽ നിന്ന് പിന്മാറാൻ സമയമായിട്ടില്ല. പശ്ചാത്താപത്തോടും അനുതാപത്തോടും ദൈവസന്നിധിയിൽ മധ്യസ്ഥ അണയ്ക്കാനുള്ള സമയം അത് തുടരുകയാണ്. The reason why I've shared that is so that we understand that it's not time yet to slow down on our prayers. In fact, it is more time to continue in prayer. തുടർന്ന് നമുക്ക് ദൈവസന്നിധിയിൽ മധ്യസ്ഥ പ്രാർത്ഥന അണയ്ക്കുന്ന കാര്യത്തിൽ ഉത്സാഹമുള്ളവരായി ദൈവസന്നിധിയിലായിരിക്കുക. Let's continue to be vigilant in prayer and in intercession for this need. ഇന്ന് ദൈവജനത്തിൽ നിന്ന് ഒന്നിച്ച് ചിന്തിക്കാനായി ഞാൻ ആഗ്രഹിക്കുന്നതായ വചനം റോമാലേഖനം അതിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 28 മുതൽ 30 വരെയുള്ള വേദഭാഗങ്ങളാണ്. What I'd like to focus on this morning is from Romans chapter 8 verses 28 through 30. അത് ഞാനിവിടെ വായിക്കട്ടെ. Let me read that here. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചുമിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. And we know that all things work together for good to those who love God, to those who are the called according to his purpose. But whom he foreknew, he also predestined to be conformed to the image of his Son, that he might be the firstborn among many brethren. Moreover, whom he predestined, these he also called. Whom he called, these he also justified. And whom he justified, these he also glorified. 3 വാക്യങ്ങൾ വായിച്ചെങ്കിലും പ്രധാനമായി ഒരു വാക്യമാണ് നമ്മുടെ വിചിന്തന വിഷയമാകുന്നത്. Though I read 3 verses, there's one verse that is going to be our focus today. അത് 28-ാം വാക്യം. And that is verse 28. ഈ 28-ാം വാക്യം വളരെ ഏറെ പോപ്പുലറായിട്ടുള്ള ഒരു വചനമാണ്. This verse 28 is a very popular scripture. അത് വളരെ പോപ്പുലറാണെന്ന് മാത്രമല്ല, എല്ലാവർക്കും അത്യാവശ്യം മനഃപ്പാഠമായിരിക്കുന്ന വചനം കൂടിയാണ്. Not only is it popular, but it is one that is
in memory of many. ആ വചനം പൂർണ്ണമായിട്ട് നമുക്ക് മെമ്മറൈസ് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിലും അതിലോ നന്മയ്ക്കായി കൂടി വിവരിക്കുന്നു എന്നുള്ള ഭാഗം നമുക്ക് അറിയാം. Though we have not maybe memorized it completely, we do know that everything works together for our good. ഞാൻ ഈ പ്രസംഗത്തിൻ്റെ ടൈറ്റില് എന്തായിരിക്കണമെന്ന് ചിന്തിച്ചപ്പോൾ പല ടൈറ്റിൽസ് എൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. When I thought about what should be the title of the sermon, there are different titles that came to mind. 28-ാം വാക്യത്തിൻ്റെ ഏത് ഭാഗമെടുത്താലും ഒരു ടൈറ്റിലാക്കാം എന്ന് എനിക്ക് മനസ്സിലായി. If you take any part of verse 28, you can make any part of that a title. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അതൊരു ടൈറ്റിലാകും. A title could be for those that love God. നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് എന്നുള്ളത് വേണമെങ്കിൽ ഒരു ടൈറ്റിലാകാം. We can make the title for whom have been called according to his will. സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു, അത് നമുക്ക് വേണേൽ ടൈറ്റിലാക്കാം. We can make the title, all things will work for good. നാം അറിയുന്നു എന്നതും വേണമെങ്കിൽ ഒരു ടൈറ്റിൽ. And maybe we can also make the title, we know or we knew. ഞാൻ അതെടുത്ത് പറഞ്ഞതിൻ്റെ ഉദ്ദേശം അതിലെ ഓരോ വചനത്തിൻ്റെയും ആ മൂല്യം, ആ പ്രാധാന്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. The reason I stated each of those is so that we understand the significance of each of those terms and phrases. റോമാലേഖനം വളരെ ചിട്ടപ്പെടുത്തി എഴുതിയ പൗലോസിന്റെ ഒരു ലേഖനമാണ്. Romans is a systematic treatise or systematic writing of Paul. 16 അധ്യായങ്ങളുള്ള ഈ ലേഖനത്തിൽ നാച്ചുറൽ ആയിട്ടുള്ള 4 എൻഡിങ്സ് ഉണ്ട്, 4 ഉപസംഹാരങ്ങൾ കാണാൻ സാധിക്കും. In Romans, we see 4 phrases, 4 endings that we see that are particular to note. അത് നാച്ചുറൽ ആയിട്ടുള്ള എൻഡിങ്സ് ആണ്. ആ ഒരു ഡോക്സോളജിയോട് കൂടിയാണ് അത് അവസാനിക്കുന്നത്. Those are natural endings. They end with what's called a doxology. നിങ്ങൾക്ക് 8:39 അത് കാണാൻ സാധിക്കും. You can see that in 8 verse 39. 11:36 അത് കാണാൻ സാധിക്കും. You can see that in 11 verse 36. 15:33 അതുണ്ട്. We can see that in 15:33. പിന്നെ ഒരു അധ്യായമേ ഉള്ളൂ. Then there is only one chapter. അതിന്റെ ഒടുവിൽ 26-ാം വാക്യത്തിലും അത് കാണാം. And we also see that in verse 26 of the last chapter. ഞാൻ ഈ 4 എൻഡിങ്സ് അല്ലെങ്കിൽ 4 നാച്ചുറൽ വിഭജനത്തെ കുറിച്ച് പറഞ്ഞത് റോമാലേഖനം 8-ാം അധ്യായം പൗലോസ് എഴുതി അല്ലെങ്കിൽ ആദ്യത്തെ ആ ഡിവിഷൻ അവസാനിപ്പിക്കാനായിട്ട് പോവുകയാണ്. The reason I mention these 4 endings is so that we understand the ending or conclusion of Paul's writing in a particular section. അത് എഴുതി തീരുന്നതിന് മുമ്പ് തൻ്റെ തൂലിക തുമ്പിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന സുവർണരേഖയിൽ എഴുതാൻ കഴിയുന്ന മനോഹരമായ വചനമാണ് 8:28. As he's ending this particular section, he's ending it with some very heart-touching words that can be noted as one of the best writings. ഇതിൻ്റെ ടൈറ്റിൽ നമുക്ക് തൽക്കാലം സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് തന്നെ എടുക്കാം. Let's consider for now at least the title that all things work together for good. അത് കേൾക്കാൻ എത്ര ഇമ്പമായിട്ടുള്ളതായ കാര്യമാണ്. How beautiful and great to hear such a thing. ഒന്നും തിന്മയ്ക്കായി സംഭവിക്കുന്നില്ല, എല്ലാം നന്മയ്ക്കായി ഭവിക്കുന്നു എന്നുള്ള ആ ചിന്ത, ആശയം നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തെയും ജീവിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യും. The thought that everything works together for our good is a thought that brings us hope and joy. പക്ഷേ നാം ശരിയായിട്ട് പഠിച്ചു വരുമ്പോഴാണ് അതങ്ങനെ എല്ലാവർക്കും സംഭവിക്കുന്നില്ല എന്ന് നാം തിരിച്ചറിയുന്നു. When we read that carefully and study that carefully, we understand that not everyone is able to experience such a blessing. So ആദ്യമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇതൊരു പ്രിൻസിപ്പിൾ ആണെങ്കിൽ അതൊരു ജനറൽ പ്രിൻസിപ്പിൾ അല്ല, അതൊരു കോമൺ പ്രിൻസിപ്പിൾ അല്ല, അതൊരു സ്പെഷ്യൽ
പ്രിൻസിപ്പിളാണ്. If this is a principle, this is not a general principle per se, it is a specific principle. സോ ഇതൊരു ജനറൽ കോമൺ പ്രിൻസിപ്പിൾ അല്ല, മറിച്ച് ഇതൊരു സ്പെഷ്യൽ ആൻഡ് കണ്ടീഷണൽ പ്രിൻസിപ്പിളാണ്. So it is not a general and a common principle, rather it is a specific and a conditional principle. സോ അപ്പോഴാണ് നാം അതിൻ്റെ അകത്താണോ വെളിയിലാണോ എന്ന് മനസ്സിലാക്കാനായി സാധിക്കും. Then we begin to understand whether we are within that promise or outside of it. നമ്മൾ എങ്ങനെയും ജീവിതം മെസ്സപ്പാക്കിയതിന് ശേഷം എല്ലാം നന്മയ്ക്കായി ഭവിച്ചുകൊള്ളും എന്ന് തെറ്റിദ്ധരിച്ചാൽ ഇവിടെ ദൈവം കുറ്റക്കാരനല്ല. If we think that no matter how we live and how wretched we live and think still that all things will work out together for our good, God is not to blame. ജീവിതം മുഴുവൻ മെസ്സപ്പാക്കി ജീവിക്കുന്നവർക്കുള്ള ഒരു പ്രിൻസിപ്പിൾ അല്ല ഇവിടെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. What God is giving us here is not a principle for people that will mess up and live however they want to. എന്നാൽ പകരം വളരെ ഡിസിപ്ലിൻഡായി വളരെ ജീവിതം ക്രമീകരിച്ച് ജീവിക്കുന്നവർക്കുള്ള പ്രിൻസിപ്പിളാണ് ഇവ. But what this principle is for is who this is for those who are living a disciplined life. രണ്ട് കണ്ടീഷൻസ് ആണ് നമ്മളിവിടെ വായിക്കുന്നത്. We read there two conditions. ഒന്നാമത്തേത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നമുക്ക് ചേർത്ത് വായിക്കാൻ കഴിയും. First, we can read that we know that all things work together for good to those who love God. അവിടുന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ദൈവത്തെ സ്നേഹിക്കാത്തവര് ഈ പ്രിൻസിപ്പിളിന്റെ വെളിയിലാണ് നിൽക്കുന്നത്. What we can understand from that right away is that those who do not love God are outside of that principle. ഇവിടെ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട വേറൊരു കാര്യമുണ്ട്. അതിതാണ് ദൈവം സ്നേഹിക്കുന്നവർക്ക് എന്നല്ല ഇവിടെ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. Something to note here is that God doesn't say that, it doesn't say that those that God loved. കാരണം ദൈവത്തിന്റെ സ്നേഹം എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. Because God's love is for everyone. അത് സൂര്യോദയം പോലെയാണ്. It's like the sunrise. അതിൽ ആരെയും മാറ്റി നിർത്തുന്നില്ല. No one is excluded from it. ലോകത്തിലെ ഏറ്റവും നീച പാവി മുതൽ ഏറ്റവും വലിയ നീതിമാൻ വരെയും ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആ പരിധിയിൽ പെടുകയാണ്. The worst sinner to the greatest saint is within the boundaries of that. So ദൈവം സ്നേഹിക്കുന്നവർക്ക് എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതൊരു യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു ജനറൽ ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിളായി നമുക്ക് എടുക്കാം. We could have taken this as a general principle if in fact it did say that all things worked out together for good for those that God loved. എന്നാൽ ഇവിടെ അതിനെ പരിമിതപ്പെടുത്തുകയാണ് അപ്പോസ്തലനായ പൗലോസ്. But here Paul is limiting that. എന്ന് പറഞ്ഞാൽ ദൈവം നമ്മെ എല്ലാവരെയും സ്നേഹിച്ചപ്പോൾ അതിന് റിട്ടേൺ, അതായത് മറിച്ച് ദൈവത്തോട് സ്നേഹം കാണിക്കുന്നവർക്ക് മാത്രം ലഭിക്കുന്ന ഒരു പ്രിൻസിപ്പിളാണ്. While God loved everyone, this principle is for those that love God back. ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യം ദൈവത്തെ തിരിച്ച് സ്നേഹിക്കുക എന്നുള്ളതാണ്. So what God desires of us is simply this, is that we love him back. നാം ആദ്യം അവനെ സ്നേഹിക്കുകയല്ല, അവൻ നമ്മെ ആദ്യം സ്നേഹിച്ചതുകൊണ്ട് നാം അവനെ പിന്നാലെ സ്നേഹിക്കുകയാണ്. Not that we loved him first, but because he loved us first, we love him back. ദൈവത്തിന്റെ സ്നേഹം എല്ലായിടത്തും നമുക്ക് കാണാൻ കഴിയുമെങ്കിലും അതിൻ്റെ പൂർത്തീകരണം ഗോൽഗോഥായിൽ യേശുവിൻ്റെ കുരിശിലാണ് നാം കാണുന്നത്. Though we can see the love of God everywhere in every realm, the ultimate, the climax of his love is seen on Golgotha. ഇവിടെ ആ കുരിശിനോട്, ക്രിസ്തുവിൻ്റെ യാഗത്തോട് നാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. What is important to consider is how we react to the cross, the sacrifice of Christ on the cross. ദൈവം നമ്മളോട് ചോദിക്കുന്ന ഒരേ ഒരു പ്രധാന ചോദ്യം, ഞാൻ
എൻ്റെ മകനെ നിങ്ങൾക്കായി, എൻ്റെ ഏകജാതനെ നിങ്ങൾക്കായി നൽകി, നിങ്ങൾ എനിക്കായി എന്തു നൽകി എന്നാണ്. God is simply asking us this: when I gave you my beloved son, what do you give to me in return? അതുകൊണ്ടാണ് ക്രിസ്തീയ ഗാനങ്ങളിൽ നമ്മൾ പാടാറുള്ളത്, ദേഹം ദേഹി സമസ്തം എന്നേക്കും നിന്റേത് താൻ എന്ന ആ ഗാനത്തിലൂടെ സമർപ്പിച്ചുകൊണ്ടുള്ളതായ ആ വരികൾ. That's why we often sing in words like this: everything, all of my being, I surrender to you, God. നമ്മൾ ശരിയായി ഒരു സ്റ്റഡി നടത്തിയാൽ ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണെന്ന് മനസ്സിലാക്കാനായി സാധിക്കും. If we conduct a real study, we'll realize that the people that love God are very few. ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് പറയുന്നവരും ധാരാളമുണ്ട്. There are many that profess to love God. ദൈവത്തെ ബൗദ്ധികമായി ഇന്റലക്ച്വലി അറിയുന്നവർ ധാരാളമുണ്ട്. There are many that know God intellectually. യേശുവിനെ സ്നേഹിക്കാതെ തന്നെ യേശുവിനെ അനുഗമിക്കാൻ ശ്രമിക്കുന്ന കുറച്ചു പേരെങ്കിലും ഉണ്ടാവും. There are some that try to follow God without really loving him. അതുകൊണ്ട് ചില സന്ദർഭങ്ങളിൽ യേശു നമ്മെ പിടിച്ച് മാറ്റി നിർത്തിയിട്ട് സൈമൺ പീറ്ററിനോട് ചോദിച്ച ആ ചോദ്യം നമ്മളോടും ചോദിക്കാൻ സാധ്യതയുണ്ട്. ബറിയോന ശിമോനെ, നീ ഇവരിലധികം എന്നെ സ്നേഹിക്കുന്നു എന്ന്. So at times Jesus may pull us aside and ask us the same question that he asked Simon Peter, which is, do you love me? ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചാൽ അന്ന് തന്നോടുകൂടെ താൻ ഉൾപ്പെടെ ഒരു 7 അംഗ സംഘം അവിടെ മത്സ്യബന്ധനത്തിനായി ഫിഷിങ്ങിനായി വന്നിട്ടുണ്ടായിരുന്നു. When he asked, do you love me more than these things, he's referring to the group of people or the things that he was involved around him. അവരെക്കാൾ അധികം നീ എന്നെ സ്നേഹിക്കുന്നുവെന്ന് ചോദിച്ച ആ ചോദ്യത്തിന് മുമ്പിൽ താൻ വളരെ വിയർത്തുപോയി, വിഷമിച്ചുപോയി. So to that question, whether he loved God more than all these things and people, he had to pause and he was a bit hesitant to answer. വേറൊരു അർത്ഥം കൂടെ അതിന് വേദപണ്ഡിതന്മാർ നൽകുന്നുണ്ട്. നീ ഇവരിൽ അധികമായി സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചാൽ കൂടെ നിൽക്കുന്ന സംഘം മാത്രമല്ല, താൻ ഉപയോഗിക്കുന്ന പടക്, തൻ്റെ തൊഴില് തുടങ്ങിയ കാര്യങ്ങളുടെ മുമ്പിൽ നീ അവയാണോ സ്നേഹിക്കുന്നത്, എന്നെയാണോ സ്നേഹിക്കുന്നത് എന്നൊരു ചോദ്യമാണ് യേശു അവന് മുമ്പിൽ വെച്ചത്. More than the people that are around him that he's referring to, Jesus is also referring to the things, his boat, his equipment that he usually takes every day. Does he love Christ more than that? എല്ലാം നന്മയ്ക്കായി ഭവിക്കണമെന്നുള്ള ആഗ്രഹമുള്ള നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഈ പ്രഭാതത്തിൽ, ഈ മെസ്സേജിന്റെ തുടക്കത്തിൽ തന്നെ ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നുണ്ടോ എന്ന ആ വിഷയത്തിൽ നാം ഉറപ്പ് വരുത്തേണ്ടതാണ്. Us that want to have all good happen to us, we have to consider the question, do we really love God? നമുക്ക് അധരം കൊണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ സാധിച്ചെന്ന് വരും. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ഹൃദയം കൊണ്ട് നമ്മൾ ദൈവത്തെ സ്നേഹിക്കുക. We may be able to utter with our lips, with our mouth that we love God, but do we really love him with our heart is what God is asking. നമ്മുടെ സ്നേഹത്തെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാനായി നമ്മളുടെ ആറ്റിറ്റ്യൂഡ് കൊണ്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ അപ്രോച്ച് കൊണ്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും. നമ്മളുടെ ആക്ഷൻ കൊണ്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കും. We can express our love through our actions, through our attitude and through our words. ഞാനിവിടെ ഈ 3 പദങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടിയാണ് ആറ്റിറ്റ്യൂഡ്, അപ്രോച്ച് ആൻഡ് ആക്ഷൻസ് എന്നുള്ളതായ പദങ്ങൾ ഉപയോഗിച്ചത്. സ്നേഹത്തിൻ്റെ എക്സ്പ്രഷനാണ്. അതിലൂടെയാണ് സ്നേഹമുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ തിരിച്ചറിയുക. I use the words attitude, actions and approach so that we can better understand and remember it, which is how we can gauge if we love God. So ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നുവെന്ന് നമുക്ക് തുടക്കത്തിൽ തന്നെ നിശ്ചയിക്കാൻ കഴിയും. So we can confirm in the beginning itself that all things work out together for good to those that love God. ഇവിടെ രണ്ടാമതായി താൻ വെച്ചിരിക്കുന്ന കണ്ടീഷൻ, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്നാണ്. The second condition here is that to those who are called according to his
purpose all things work together for good. ഇവിടെ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് എന്നുള്ളത് മലയാളത്തിൽ ആ തർജിമ യഥാർത്ഥത്തിൽ അവിടെ ഊന്നൽ നൽകിയിരിക്കുന്ന കാര്യം നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നില്ല. So when it says to those who are called according to his purpose, it doesn't necessarily bring the point of emphasis there. എന്നാൽ ഇംഗ്ലീഷിൽ അത് കുറേം കൂടെ ഊന്നൽ നൽകുന്നുണ്ട്. In English, there is a better understanding. നിർണയപ്രകാരം എന്നുള്ളത് മാറ്റിയിട്ട് തൻ്റെ പദ്ധതി അനുസരിച്ച് പർപ്പസ് അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്കെന്ന് നമുക്ക് തിരുത്തി വായിക്കാവുന്നതാണ്. We can better read it in English as this: to those who are called according to his purpose. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്കുള്ളതായ ഒരു പ്രിൻസിപ്പിളാണ് നമ്മളിവിടെ വായിച്ചു കേട്ടത്. So what we read here is the principle that applies to those who are called according to his purpose. നമുക്ക് അതിനെ ഇങ്ങനെ ചിന്തിക്കാനായിട്ട് സാധിക്കും. ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ നമ്മിൽ നിന്ന് അത് വരേണ്ടതാണ്. ദൈവം വിളിച്ചവർക്ക് എന്ന് പറയുമ്പോൾ അത് ദൈവത്തിൽ നിന്ന് വരേണ്ടതാണ്. We can think about it this way: when it says for those who love God, it is something that comes from within us, and when it says for those who are called according to his purpose, that proceeds from God. ഇവിടെ ദൈവത്തിൻ്റെ പ്രിൻസിപ്പിൾ എങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത് എന്ന് അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് വളരെ വ്യക്തമാക്കുന്ന ഒരു കാര്യം ഇവിടെ തെളിയുകയാണ്. It is very clear how this particular principle is worked out. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വശത്തു നിന്ന് വിളിയുണ്ടാകുന്നു, നമ്മുടെ വശത്തു നിന്ന് സ്നേഹവും ഉണ്ടാകുന്നു. What it means is this: that there is a call that happens from God, and from us there is a love towards God. അതുകൊണ്ടാണ് നമ്മൾ സാധാരണ പറയാറുള്ളത്, ദൈവത്തിന്റെ ഒരു ഓപ്പറേഷൻ ഉണ്ടെങ്കിൽ മനുഷ്യന്റെ ഒരു കോപ്പറേഷൻ അതിനാവശ്യമാണ് എന്ന്. That's why we normally say this: if there is an operation of God, then it is necessary for man's cooperation with God. സാധാരണ നമ്മൾ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നത് എല്ലാം ഇതെല്ലാം വൺ വേ ആണെന്നാണ് തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നത്. We have misunderstood that everything is one way. പക്ഷേ ഇത് ടു വേ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. But we have to understand that all of this is a two-way thing. ദൈവം നമ്മളെ തന്റെ പദ്ധതി അനുസരിച്ചാണ്, തനിക്കൊരു പ്രോജക്റ്റ് ഉണ്ട്, ഒരു പർപ്പസ് ഉണ്ട്, ആ പർപ്പസ് അനുസരിച്ചാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. God has a project, he has a purpose, and he has called us according to that purpose. അത് ആ പർപ്പസ് ഇവിടെ 5 വാക്കുകളിലൂടെ വെളിപ്പെടുത്തുന്നുണ്ട്. That purpose is revealed through 5 words. ഒന്ന്, ദൈവം നമ്മെ മുന്നറിയുന്നു. First, God foreknew us. രണ്ടാമത്, ദൈവം നമ്മെ മുൻ നിയമിക്കുന്നു. Second, he predestined us. മൂന്നാമത്, ദൈവം നമ്മെ വിളിക്കുന്നു. Third, he calls us. നാലാമത്, നമ്മെ നീതീകരിക്കുന്നു. Fourth, he justifies us. അഞ്ചാമത്, നമ്മെ തേജസ്കരിക്കുന്നു. Fifthly, he glorifies us. അതിന്റെ ആ പ്രോഗ്രഷൻ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. You've noticed the progression there. ഒരു ക്രമത്തിനൊരു തെറ്റുമില്ലാതെയാണ് പൗലോസ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. There is no interruption or distortion of flow there, and Paul is systematically putting that there. ദൈവത്തിന്റെ മുന്നറിവ് മുതൽ നമ്മുടെ തേജസ്കരണം വരെയുള്ളതായ ആ കാര്യങ്ങൾ ഓരോന്നും 5 പ്രസംഗ വിഷയങ്ങളാണ്. From God's foreknowledge of us to the glorification of his saints, all of those 5 things are really topics of sermon. വളരെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഡീപ്പായിട്ടുള്ള സംഗതികളാണ് പൗലോസ് അവിടെ പറഞ്ഞിരിക്കുന്നത്. Paul is laying out there something that is very deep and hard to grasp. പക്ഷേ അതിലേക്ക് ഇന്ന് നമ്മൾ പോകാതെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഈ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നത് ആർക്കു വേണ്ടി ആണ്. So rather than going deeply into those things, what I want to focus on is to whom will good things work together for. മനുഷ്യവർഗത്തിന് വേണ്ടി, ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയല്ല, മനുഷ്യവർഗത്തിന് വേണ്ടി, വെറും യഹൂദന്മാർക്ക് വേണ്ടിയല്ല, മനുഷ്യവർഗത്തിന് വേണ്ടി ദൈവത്തിന് പ്രോഗ്രസീവായിട്ടുള്ളതായ ഒരു പ്രൊജക്റ്റ് ഉണ്ട്. ആ പ്രോജക്റ്റിലേക്കാണ് ദൈവം സുവിശേഷം വഴി ജീവിതങ്ങളെ ആഹ്വാനിച്ചത്. God has a project for all of humankind, and it's to that project that God is calling people. ആ പ്രോജക്റ്റിലേക്ക് വിളിക്കുമ്പോൾ യേസോ നോയോ പറയാനുള്ളതായ സ്വാതന്ത്ര്യം നമുക്കുണ്ട്. പക്ഷെങ്കിൽ നാം നോ പറയുമ്പോൾ നമുക്ക് എല്ലാം നഷ്ടമാകുകയാണ്. When God calls us to that project, we have the freedom to say yes or no, but when we respond as no, then we lose everything. അതുകൊണ്ട് ദൈവം നമ്മെ സുവിശേഷത്തിലൂടെ വിളിക്കുമ്പോൾ
ആ സുവിശേഷത്തോടെ പ്രതികരിക്കാൻ നാം വൈകരുത്, യേശു പറയാൻ വൈകരുത് എന്ന് ഞാൻ ആദ്യമേ ഓർപ്പിക്കാം. So when God calls us through the gospel, we shouldn't be late in responding with a positive answer. ഈ പ്രോഗ്രസീവായിട്ടുള്ളതായ 5 കാര്യങ്ങൾ ദൈവം ചെയ്യുമ്പോൾ അതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം ഇവിടെ 2 കാര്യങ്ങളാണ്. When God does these things progressively, there are 2 main goals behind it. ഒന്ന്, തന്റെ പുത്രന്റെ സ്വരൂപത്തോട് നമ്മെ അനുരൂപരാക്കുക എന്നുള്ളതാണ്. First is that we would be conformed to the image of his son. അപ്പൊ ദൈവത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം, ദൈവത്തിന്റെ ഏറ്റവും വലിയ പദ്ധതി, ഏറ്റവും വലിയ ഉദ്ദേശം എന്ന് പറയുന്നത് ഞാനും നിങ്ങളും നാം ഇന്നിരിക്കുന്ന പോലെ ഇരിക്കുകയല്ല, പുത്രൻ എങ്ങനെയാണോ അങ്ങനെ നാം ആയിത്തീരുക എന്നുള്ളതാണ്. So the greatest aim in this is that you and I, we don't sit or be as we are now, rather we get conformed to the image of his son. ക്രിസ്ത്യാനിയുടെ ഈ ആയുസ്സിലും വരാനുള്ള ആയുസ്സിലും ഒരേ ഒരു ആഗ്രഹമാണ് ദൈവം വെച്ചിരിക്കുന്നത്. എനിക്ക് ഒരു ഏകജാതനുണ്ട്, പുത്രൻ, ഏകജാതനായ പുത്രൻ, അവനെ പോലെ നാമും ഇവിടെയും അവിടെയും ആയിത്തീരണം. There is only one desire that God has, and that is you and I here and after life, that we would be conformed, be like his son. പാപം വരുത്തി വെച്ചിരിക്കുന്ന വികൃതമായ ഈ രൂപത്തെ, ആദാമ്യവർഗത്തിന് സംഭവിച്ചിരിക്കുന്ന ഈ വികൃതമായ രൂപത്തിന് മാറ്റം വന്നിട്ട് ഈ യാതൊരു വികൃതയുമില്ലാത്ത, യാതൊരു രൂപവ്യത്യാസവുമില്ലാത്ത പെർഫെക്റ്റ് ആയിട്ടുള്ള രൂപമുള്ള യേശുക്രിസ്തുവിന് സമാനരായി സ്വരൂപമുള്ളവരായി നാം മാറുക. To this Adamic generation, Adamic people that have been marred by sin, the goal of Christ or God is simply that we be conformed to the beautiful image of his son. ദൈവത്തിന് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ അത് എത്രയോ നല്ല ആഗ്രഹമാണ്. If God has such a desire, how great of a desire that is. ഞാനും നിങ്ങളും ക്രിസ്തുവിന് തുല്യരായി മാറുക. That you and I be similar to Christ. ക്രിസ്തുവിനെ പോലെ ചിന്തിക്കുവാനും, ക്രിസ്തുവിനെ പോലെ സംസാരിക്കുവാനും, ക്രിസ്തുവിനെ പോലെ ജീവിക്കുവാനും ഇവിടെ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. God here is desiring that we think and say and live as Christ. എന്ന് മാത്രമല്ല, ഇവിടുത്തെ ജീവിതം കഴിഞ്ഞാൽ അവന് അനുരൂപമായി എല്ലാ വിധത്തിലും ദേഹി ആത്മാവ് അവന് അനുരൂപമായി നാം ആയിത്തീരണം. എന്തൊരു ശ്രേഷ്ഠമായ ലക്ഷ്യമാണ് ദൈവത്തിന് എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചുമുള്ളത്. What a great desire God has for us is that we be conformed to Christ in body, soul and spirit, here and in life after. ഇന്ന് യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് അവന്റെ വചനമനുസരിച്ച് സ്നാനമേറ്റ് ആത്മാവിൽ നിറഞ്ഞ് വിശുദ്ധ ജീവിതം ദൈവവചനപ്രകാരം നയിക്കുന്നവർക്ക് ഒരു പ്രത്യാശയുണ്ട്. കർത്താവ് വരും, അന്ന് നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണും, അവന് തുല്യരായിത്തീരും. There is a hope that those who have been saved, baptized and have been filled with the Holy Spirit, they have this hope, and that one day they would meet their God, their Father, and be seated next to him. ക്രിസ്തുവിന് തുല്യരായി ഇവിടെ ആയിത്തീരുക, ക്രിസ്തുവിന് തുല്യരായി നാം അവിടെയും ആയിത്തീരുക എന്നുള്ള ആ ദൈവത്തിന്റെ പദ്ധതിയുടെ പ്രോഗ്രസീവായിട്ടുള്ളതായ സ്റ്റെപ്പിലൂടെ നാം കടന്നു പോവുകയാണ്. അതിൽ നമുക്ക് ദൈവത്തോട് കോപ്പറേറ്റ് ചെയ്യുവാൻ ഇടയായിത്തീരട്ടെ. So this progressive plan or this desire of God for us to be conformed to the image of his son, let us make sure that we are on that pathway. എന്ന് മാത്രമല്ല, ദൈവത്തിന്റെ രണ്ടാമത്തെ ലക്ഷ്യം എന്താണെന്ന് ഇവിടെ പറയുന്നുണ്ട്. തന്റെ ഏകജാതൻ ഇതുവരെയും ഏകജാതനായിട്ട് ഇരുന്നു. മൂത്ത സഹോദരൻ എന്ന് പറയാൻ സാധിക്കുമായിരുന്നില്ല, ആദ്യജാതനെന്ന് വിളിക്കാൻ കഴിയുമായിരുന്നില്ല. എന്നാൽ പിന്നാലെ കുറെ സഹോദരങ്ങൾ കൂടെ എത്തിക്കഴിയുമ്പോൾ ക്രിസ്തു ഏകജാതൻ എന്നുള്ളതായ ആ ടൈറ്റിൽ മാറിയിട്ട് ആദ്യജാതൻ എന്നുള്ള ആ ടൈറ്റിലേക്ക് വരികയാണ്. So here we see that first Christ is his only son with other brothers that join and other brethren that come to God through Christ. Now he becomes the firstborn. ഇവിടെ ദൈവം ഉദ്ദേശിക്കുന്നത് വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ദൈവത്തിന്റെ ഫാമിലിയെ വളരെ വലുതാക്കുക, വിശാലമാക്കുക, വലിയൊരു ഫാമിലിക്ക് വേണ്ടി കൊതിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. So in another sense, what we can say is that God desires a large family, and he desires this closeness with this family with his firstborn. ഏകജാതനെ ആദ്യജാതനാക്കുക എന്നുള്ള ആ പദ്ധതിയാണ് ഈ പ്രോഗ്രസീവായിട്ടുള്ളതായ 5 കാര്യങ്ങളിലൂടെ ദൈവം ഏറ്റെടുത്തിരിക്കുന്നത്. So what God has taken upon himself is to
is to make his only son the firstborn of all children through this progressive പലപ്പോഴും plan. ഈ സത്യങ്ങൾ അറിയാതെ ഇത് അറിഞ്ഞിട്ടും അതിന് വേണ്ട വില കൊടുക്കാതെ നമ്മൾ നിർവിചാരികളായി ഇവിടെ ജീവിതം നയിക്കുക. Often we do not know the depth of such principles and such a progressive plan, and we live sort of nonchalant about it here. ഞാൻ ക്രിസ്തുവിനെ പോലെ ആയിത്തീരും, ഇവിടെ ഞാൻ ആയിത്തീരും, അവിടെയും ഞാൻ ആയിത്തീരും. ഈ മഹത്വമേറിയ ആ അറിവും ആ പ്രത്യാശയും ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതുകൊണ്ട് നമുക്ക് കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തോത്രം ചെയ്യാം. Let us raise our hands and praise God for the hope that we have, that we will be conformed, that we should be conformed to his image here and in life after. അടുത്തതായിട്ട് ഞാൻ നമ്മുടെ സമയത്തിന്റെ പരിധിക്കുള്ളിൽ ഈ ടോപ്പിക് ഇവിടെ അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക. I desire to stop this particular sermon within the time frame. അടുത്തതായിട്ട് ഈ വചനത്തിൽ പറയുന്നത് ഇത് നാം ഗസ് ചെയ്യുന്ന ഒരു കാര്യമല്ല, നമ്മൾ വെറുതെ തിങ്ക് ചെയ്യുന്ന ഒരു കാര്യമല്ല, ഇത് വെറുതെ നമ്മളങ്ങനെ ആശിക്കുന്ന ഒരു കാര്യമല്ല, ഇത് നാം അറിയുന്നതായ ഒരു കാര്യമാണ് എന്നാണ്. This is not something we guess or estimate, rather this is something we know. എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിവാഹിതരാണോ എന്ന് ചോദിച്ചാൽ നമ്മുടെ മറുപടി എന്തായിരിക്കും? If we were to ask you, are you married, what would your response be? ഞാൻ ആലോചിച്ച് നോക്കട്ടെ എന്ന് പറയുമോ? Would you say, as a married person, let me think, or as a single person, would you say, let me think? നമുക്ക് വളരെ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് നമ്മുടെ ആൻസർ ഉടനെ വരും. വിവാഹിതരാണെങ്കിൽ യെസ് എന്നായിരിക്കും നമ്മുടെ ആൻസർ. If we are married, the answer would be simply yes. നിങ്ങൾക്കൊരു ഹൃദയമുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മളൊന്ന് ആലോചിച്ച് ചെക്ക് ചെയ്തിട്ട് പറയാം എന്ന് നമ്മൾ പറയുമോ? പറയില്ല. കാരണം നമുക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിലും ഹൃദയം ഉണ്ടെന്ന് നമുക്കും അറിയാം, മറ്റുള്ളവർക്കും അറിയാം. If we were to ask you, do you have a heart, you don't think about it, you just say by knowing about your frame and your life that there is a heart. ചിലർക്ക് ഹൃദയം ഇല്ലെന്ന് പറയാറുണ്ടെന്ന് ഒരിക്കലും വാസ്തവത്തിൽ ലിറ്ററൽ ആയിട്ടുള്ള ഹൃദയം അവർക്കുണ്ടെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. Although some may be thought of as not having any heart, in literal terms they do have a heart too. എന്ന് പറഞ്ഞാൽ നാം അറിയുന്നു എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഗസ് വർക്ക് നടത്തുന്ന കാര്യമല്ല, ഇത് വളരെ നിശ്ചയമുള്ളതായ ഡെഫിനിറ്റ് ആയിട്ടുള്ളതായ കാര്യമാണ്. When we say that we know, it does not mean that we have to guess or estimate. We know it with confidence. എന്ന് പറഞ്ഞാൽ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുക എന്ന് പറയുന്നത് അതൊരു ഗസ് വർക്കായിട്ട് നമ്മൾ വിചാരിക്കേണ്ട, ഒരു ചിന്തയായിട്ട് വിചാരിക്കേണ്ട, അത് വളരെ നിശ്ചയമായ കാര്യമാണ്. When we say that all things will work out together for good, that's not something we have to guess about. That is something we know in confidence. സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. All things will work together for good. ആർക്കാണ് നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നത് നമ്മൾ ഓൾറെഡി ചിന്തിച്ചു. We've already thought about to whom that will happen. ഇത് നിശ്ചയം വളരെ നിശ്ചയദാർഢ്യത്തോടുകൂടെ നാം അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് എന്ന് നമ്മൾ ചിന്തിച്ചു. We thought about that we should know this with confidence. പിന്നെ എന്തെല്ലാം കാര്യങ്ങൾ നന്മയ്ക്കായി കൂടി വ്യാപരിക്കുമെന്ന് ഇവിടെ പൗലോസ് പറയുകയാണ്. Then Paul says what all things will work together for good. അതിൽ all എന്നുള്ള വാക്കിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. And the word all has great significance. ഏതെങ്കിലും കുറെ കാര്യങ്ങളല്ല, not just a few things, 100 കാര്യങ്ങളിൽ 99 കാര്യമല്ല, not 99 out of 100 things, അതിൽ 100 കാര്യങ്ങളും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. all 100 things. എല്ലാവർക്കുമല്ല, not for everyone. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, it's for those who love God, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്, those who have been called according to his purpose, സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. all things will work together for good. പറഞ്ഞ എല്ലാ ഇവന്റും എന്നാണ് അതിന്റെ അർത്ഥം. it means that every event, എല്ലാവരും ചേർന്ന് സകലവും എന്ന് പറഞ്ഞാട്ട്, let us all say together all, അല്പം ശക്തിയോടുകൂടി നമുക്ക് പറയാം, say together loudly all, സകലവും, all, സകലവും, all, സകലവും, all, സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. all things will work together for good. നമ്മൾ ഈ രണ്ട് കണ്ടീഷൻ പാലിച്ചുകൊണ്ടാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. if we are following these two conditions, then there is nothing for us to fear. എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുങ്കാറ്റുണ്ടായാൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല. which means that if there is a strong storm, we don't need to worry. ഒരു മഹാമാരി ഉണ്ടായാൽ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. we don't need to worry if there is a plague that happens. ഒരു ഭൂചലനം ഉണ്ടായാൽ നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. then we do not need to worry if there is an earthquake. യാതൊന്നും തിന്മയ്ക്കായി സംഭവിക്കുകയില്ല. because nothing works in negative terms. ദൈവത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, if we love God, നാം ദൈവത്തിന്റെ വിളി കേട്ടവരാണെങ്കിൽ, if we have received his call, ദൈവത്തിന്റെ പ്രോഗ്രസീവ് ആയിട്ടുള്ള പദ്ധതിയിലേക്കുള്ള പ്രയാണത്തിലാണെങ്കിൽ, if we are on the journey of through this progressive നമുക്ക് വളരെ plan, ധൈര്യമായിട്ട് പറയാൻ കഴിയും, then we can say with confidence,
എനിക്ക് സംഭവിക്കുന്നതെല്ലാം നന്മയ്ക്കാണ്. Everything that happens to me is for our good. അതുകൊണ്ട് നാം ഒന്നിനെ കുറിച്ചും ഭാരപ്പെടേണ്ട ആവശ്യമില്ല. So there is nothing to be afraid or fearful about. മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. There is something we need to understand. ഒരു ഇവന്റ് ചിലപ്പോൾ നമുക്ക് നന്മയാണെന്ന് തോന്നിയെന്ന് വരികയില്ല. We may think that one event is not in our favor. രണ്ടാമത്തെ ഇവന്റ് നമുക്ക് നന്മയാണെന്ന് Even the second event is not in our favor. അഞ്ചും ആറും നമുക്ക് നന്മയാണെന്ന് തോന്നത്തില്ല. Maybe even the fifth and the sixth may not be in our favor, you think. 12 ഇവന്റ്സ് ഒന്നിച്ചു കൂടുമ്പോഴാണ് ദൈവം പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ 12 കൂടെ ചേർന്ന് കഴിയുമ്പോഴായിരിക്കും അത് നന്മയ്ക്കായി ഭവിക്കുക. But if in fact all things work together for good, maybe it is the 12th event coming together with the rest of the events that make it good. നമുക്ക് യോസേഫിന്റെ കഥ എടുക്കാം. Take the account of Joseph. യോസേഫ് വീട്ടിൽ തന്നെ അപ്പന്റെ ആ നിഴലിൽ താമസിച്ചാൽ എല്ലാം നന്മയ്ക്കെന്ന് നമുക്ക് തോന്നിയെന്ന് വരികയില്ല. We may think that everything, if Joseph was under his father, we may think that not everything would be good. സഹോദരന്റെ അടുക്കിലേക്ക് പോയപ്പോൾ ആ ഇവന്റ് എടുത്താൽ അത് നന്മയ്ക്കെന്ന് നമുക്ക് തോന്നിയെന്ന് വരികയില്ല. If we take the event that when he went to his brothers, just simply that event, that wouldn't be in his favor. സഹോദരങ്ങൾ ചേർന്ന് അവനെ പൊട്ടക്കുഴിയിലിട്ടപ്പോൾ അത് നന്മയ്ക്കെന്ന് നമുക്ക് തീർത്തും എഴുതാൻ സാധിച്ചെന്ന് വരികയില്ല. We cannot write off saying that it was good that his brothers put him in a pit. അവനെ 20 വെള്ളിക്കാശിന് സഹോദരങ്ങൾക്ക് അത് മിദ്യാനി കച്ചവടക്കാർക്ക് വിറ്റപ്പോൾ ഇത് നന്മയ്ക്കാണ് എന്ന് നമുക്ക് പറയാൻ സാധിച്ചെന്ന് വരികയില്ല. We may not be able to say that it is good when his brothers sold him for a few coins. ഒരു അടിമബാലനായി പുത്തിപ്പേറിന്റെ ഭവനത്തിൽ താമസിക്കുമ്പോൾ ഇത് നന്മയ്ക്കായി പോയി എന്ന് നമുക്ക് പറയാൻ സാധിച്ചെന്ന് വരികയില്ല. We may not be able to say that it was for the good when he lived as a slave or as a servant in Potiphar's house. ചെയ്യാത്ത കുറ്റത്തിന് നിരപരാധിയായിരിക്കുന്ന യോസേഫിനെ വിലങ്ങ് വെച്ച് കാരാഗൃഹത്തിൽ അടച്ചപ്പോൾ ഇത് നന്നായി പോയി, ദൈവത്തിന് സ്തോത്രം ഉണ്ടായിരിക്കട്ടെ എന്ന് പറയാൻ സാധിച്ചു എന്ന് വരികയില്ല. We may not be able to praise God when Joseph, who was innocent, was put in chains and put in prison. നിനക്ക് പഴയ ആ ഓഫീസ് തിരികെ ലഭിക്കുമ്പോൾ എന്നെയും കൂടെ ഓർത്തുകൊള്ളണമേ എന്ന് പാനപാത്രവാഹനോടും ബേക്കറോടും യോസഫ് കേണപേക്ഷിച്ചാണ്. അപ്പോൾ മറന്നതായിട്ടാണ് നാം വായിക്കുന്നത്. ആ മറന്നതിനും സ്തോത്രമെന്ന് പറയാൻ സാധിച്ചെന്ന് വരികയില്ല. We may not be able to praise God when Joseph said to the cupbearer and the baker, remember me when you get back to your positions. We may not consider that as a good event. എന്നാൽ ദൈവത്തിന്റെ സമയമായപ്പോൾ ആ കാരാഗൃഹത്തിന്റെ വാതിൽ അതിന്റെ ലോക്ക് തുറക്കുന്നതും അതിന്റെ ശബ്ദം കേൾക്കുന്നതും യോസഫ് അകത്തിരുന്നുകൊണ്ട് കേട്ട് കാണും. അപ്പോഴും തനിക്ക് മനസ്സിലായില്ല എന്തിനാണ് ഈ കാരാഗൃഹത്തിന്റെ വാതിൽ തുറക്കുന്നത്. ഒരുപക്ഷെങ്കിൽ തന്റെ വധശിക്ഷയ്ക്ക് വേണ്ടിയാണോ, എന്തിനായിരിക്കുമെന്ന് ഭയന്ന് കാണും. But even when the doors of the prison started opening, he may not have thought that it was for his good, that God was essentially opening that for him. തന്നെ അതിന്റെ അകത്ത് നിന്ന് വിളിച്ചുകൊണ്ട് വന്നിട്ട് തന്റെ കൈകാലുകളിലെ ആ ചെയിൻസ് മാറ്റി, ആമങ്ങൾ മാറ്റി, തന്റെ ഉടുപ്പ് മാറ്റി, തന്നെ ക്ഷൗരം ചെയ്ത് തന്നെ നല്ലൊരു കോമളനായി കുളിപ്പിച്ച് ഉടുപ്പിച്ച് തന്നെ രാജാവിന്റെ സന്നിധിയിൽ ഫറവോന് മുമ്പിൽ കൊണ്ടു നിർത്താൻ പോവുകയാണെന്ന് തനിക്ക് ഒന്ന് വൈൽഡായിട്ട് പോലും ഡ്രീം ചെയ്യാൻ വയ്യാത്ത സാഹചര്യത്തിലാണ് ദൈവം അവിടെ ഇന്റർവ്യൂ. When he couldn't even think in his wildest imagination that he would be taken out of prison, out of his chains, and put on new clothes and robes to be put in front of Pharaoh, he could have never thought that. ഫറവോന് മുമ്പിൽ ആ രാജ്യത്തെ രണ്ടാമനായി നിൽക്കുമ്പോൾ, അവരോധിക്കപ്പെടുമ്പോൾ, ആ ഓഫീസിലേക്ക് തന്നെ ഉയർത്തുമ്പോൾ യോസേഫിനെ തിരിഞ്ഞു നോക്കി പറയാനായിട്ട് സാധിക്കും, സകലവും ഒന്നല്ല, സകലവും രണ്ടല്ല, സകലവും 3 കാര്യങ്ങളല്ല, സകലവും കൂടെ ചേർന്നപ്പോൾ ഇത് എന്റെ നന്മയ്ക്കായി ഭവിച്ചു എന്ന്. When Joseph was put second in command to Pharaoh in that land, he could have looked back and said, not 1, but not 2, not 3, but all things together worked for his good. മലയാളത്തിൽ ആര് ഇതിനെ കോസ് ചെയ്യുന്നു, ഇതിനെ പിന്നെ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ ഇംഗ്ലീഷിൽ NIV-യിലും NASB-യിലും പല വേർഷൻസിലും പറഞ്ഞിട്ടുണ്ട്, God causeth എന്ന് നാം വായിക്കും. In the Malayalam translation, it does not say who causes these things to happen, but in several translations of English Bible, it says that God causes it to happen. God causes to work together എന്നാണ് നാം വായിക്കുന്നത്. What we read is that God causes all things to work together for good. എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നിൽ ദൈവത്തിന്റെ കരങ്ങൾ, ദൈവത്തിന്റെ വിരലുകൾ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. What that means is that behind that, God's fingers, God's hands are working for them. ഒരു ബേക്കർ ഒരു കേക്ക് ഉണ്ടാക്കുന്നു എന്ന് വിചാരിക്കുക. Think about a baker making a cake. ആ കേക്കിന് എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് ആവശ്യമുണ്ട്. There are several ingredients needed for that cake. അതിന്റെ അകത്ത് ഒരു എസൻസ് മാത്രം എടുത്ത് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കേക്കിന്റെ ടേസ്റ്റ് ലഭിച്ചു എന്ന് വരികയില്ല. If we just
take the ingredient, the essence that may not itself give us taste. ബേക്കിംഗ് സോഡ നമ്മളെടുത്ത് അല്പം ഒന്ന് ടേസ്റ്റ് ചെയ്താൽ അതിന്റെ കേക്കിന്റെ ടേസ്റ്റ് നമുക്ക് ഉണ്ടായെന്ന് വരും. If we just take the taste of baking soda by itself, that may not be tasty. ആ ഫ്ലവർ മാത്രം എടുത്ത് നമ്മൾ ടേസ്റ്റ് ചെയ്താൽ ആ കേക്കിന്റെ ടേസ്റ്റ് നമുക്ക് ഉണ്ടാകുകയില്ല. If we just take the flour and taste it, there may not be any taste. അതിലെ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ ചേർന്ന് അതിന്റെ പരുവത്തിന് അതിന്റെ സമയത്ത് അത് ബേക്ക് ചെയ്ത് എടുത്തു കഴിയുമ്പോൾ അസാധാരണമായ വിധത്തിൽ നമ്മുടെ വായിലെ ഗ്രന്ഥികളെല്ലാം ഉണരുന്നത് പോലെ ഉള്ള ടേസ്റ്റോടുകൂടെ ഒരു കേക്ക് നമ്മുടെ കയ്യിൽ ലഭിക്കുക. However, when we take all these ingredients together that makes the cake, we see that there is taste to the final product. കേക്കിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ who worked behind this cake? വളരെ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ളതായ ഒരു ബേക്കറാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. We can say that it is a specialized baker. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തെ കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന ഒരു സ്പെഷ്യലിസ്റ്റ് നമ്മുടെ പിന്നിലുണ്ട്. എല്ലാ ഇവന്റിനെയും നന്മയ്ക്കായി രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്ന Almighty, all sufficient, omniscient God എന്നാണ് ആ ദൈവത്തെ നമ്മൾ വിളിക്കുന്നത്. Just like this, there is a God who specializes in our lives, who's a specialist in the things that happen, and so we can say that all things at that point work together for our good. എത്ര മനോഹരമായ ഒരു വചനമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. How beautiful of a verse is this. നിങ്ങൾ ഒരു പക്ഷെങ്കിൽ ഭയത്തോടു കൂടിയായിരിക്കും ഹോസ്പിറ്റലിലേക്ക് കടന്നു പോകുന്നത്. Maybe you may be going to the hospital in fear. ഒരു പക്ഷെങ്കിൽ COVID-19 ബാധിച്ചതായ ഒരു രോഗിയുടെ അടുക്കൽ നിങ്ങൾക്ക് കടന്നുപോയി ശുശ്രൂഷിക്കേണ്ടി വന്നേക്കാം. Maybe you have to go serve a patient who has COVID-19. നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ആരെങ്കിലും അറിഞ്ഞോ അറിയാതെയോ ഈ വൈറസുമായിട്ട് ബന്ധപ്പെട്ടു എന്ന് വന്നേക്കാം. Maybe knowingly or unknowingly we may come in contact with the virus. പക്ഷേ നമുക്കൊരു ധൈര്യമുണ്ട്. But we have a hope. ഈ സാഹചര്യത്തിന്റെ മേൽ അധികാരമുള്ള ഒരു ദൈവമുണ്ട്. We have a confidence that God is in control over this situation. സംഭവങ്ങളുടെയും പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. Behind every event there is a God who works. ചരിത്രത്തിന് കുത്തും കോമായും ഇടുന്ന ഒരു ദൈവമുണ്ട്. There is a God who puts a period and a comma in the history of the പ്രപഞ്ചത്തെ നയിക്കുന്ന ഒരു ദൈവമുണ്ട്. There is a God who leads this world. കാണാൻ വയ്യാത്ത ഒരു വൈറസിന് മുമ്പിൽ എല്ലാവരും കൈമലർത്തി നിൽക്കുമ്പോൾ ദൈവം അതിന്റെ പിന്നിൽ അത്ഭുതവാനായി പ്രവർത്തിക്കുന്നുണ്ട്. നമുക്ക് ആ ദൈവത്തിലേക്ക് മടങ്ങാം. When everybody shows up their hands and surrender in front of a virus, there is a God who still is on the throne and works. Let us give him praise for that. തലകളെ വണക്കാം. Let us bow our heads. ഇവിടെ നമുക്ക് ഒരേ ഒരു ചോദ്യത്തിനെ ഇവിടെ ആവശ്യമുള്ളൂ. There is only one question here. മറ്റൊന്നും ഇവിടെ ഭാരപ്പെടേണ്ടതായിട്ടില്ല. There is nothing else to be worried about here. നന്മയ്ക്കായി ഭവിക്കുമോ എന്ന് ആശങ്കപ്പെടേണ്ടതായിട്ടില്ല. There's no need to worry if all things will work together for good. അതെല്ലാം നന്മയ്ക്കായിട്ട് തന്നെ ഭവിക്കും. All things will work together for good. നാം ആയിരിക്കുന്ന സാഹചര്യത്തിൽ in this particular situation നമുക്ക് ഒരേ ഒരു ചോദ്യം നമ്മളോട് ചോദിച്ചാൽ മതി. There is only one question we need to ask of ourselves. ഒരേ ഒരു ചോദ്യം. Just one question. അത് ഇത് മാത്രമാണ്. And that is this. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു. Do I love God? ഒരേ ഒരു ചോദ്യം. Just one question. ദൈവം നമ്മെ വിളിച്ചോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. We don't need to ask if God has called us. അവൻ നമ്മെ വിളിച്ചിരിക്കുകയാണ്. He has called us. എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുമോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. We do not need to ask if all things will work together for good. എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. Certainly all things will work together for good. ഒരേ ഒരു ചോദ്യം നമുക്ക് ചോദിക്കാനുണ്ട്. There is one question to ask. ആ ചോദ്യത്തിന് മുമ്പിൽ ഉത്തരം പറയുന്നതിന് മുമ്പ് നമ്മുടെ ആത്മാർത്ഥത നമുക്ക് വെളിപ്പെടുത്താം. Before we answer that question, let's reveal our sincerity behind it. ഞാൻ സാധാരണ ഓർപ്പിക്കുന്ന പോലെ നമ്മുടെ നെഞ്ചത്ത് നമ്മുടെ കൈവച്ചുകൊണ്ട് As I normally suggest, let us put our hands on our chest. സ്പന്ദിക്കുന്ന ഹൃദയത്തിന്റെ മീതെ കൈവച്ചുകൊണ്ട് the hands on our beating heart. ദൈവത്തോട് നമുക്ക് പറയാം. Let us say to God, ദൈവമേ, അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചു. Father, you loved us. അങ്ങ് സ്നേഹിച്ചതുപോലെ തിരിച്ച് സ്നേഹിക്കാൻ ഞങ്ങൾക്ക് അറിയില്ല. Just like you loved us, we do not know how to love you back. അതിനുള്ള കഴിവ് ഞങ്ങൾക്കില്ല. We do not have the capability for that. എങ്കിലും ഞാൻ അങ്ങയെ സ്നേഹിക്കുകയാണ്. Yet I still love you. ഞാൻ അങ്ങയെ സ്നേഹിക്കുകയാണ്. I love you, God. അങ്ങേയ്ക്കായി ജീവിക്കുവാൻ, to live for you, അങ്ങേയ്ക്കായി മരിക്കുവാൻ, to die for you, അങ്ങേയ്ക്കായി എന്തുമായി തീരുവാൻ, to be anything for you. എൻ്റെ ആറ്റിറ്റ്യൂഡിലൂടെ, through my attitude, എൻ്റെ അപ്രോച്ചിലൂടെ, through my approach, എൻ്റെ ആക്ഷനിലൂടെ, through my actions, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നത് വെളിപ്പെടുത്തുവാൻ, to reveal that I love you, ഞാനിതാ സമർപ്പിക്കുന്നു. I submit myself. ആത്മാർത്ഥമായി എത്ര പേര് പ്രാർത്ഥിക്കും? Who all will sincerely pray this prayer? എങ്കിൽ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കാം. If so, pray this with me. സ്വർഗ്ഗസ്ഥ പിതാവേ, Father God, പുത്രനെ നൽകി സ്നേഹിച്ച അങ്ങയുടെ മഹത്തായ സ്നേഹത്തിന് മുമ്പിൽ ഞങ്ങൾ ഇതാ അടിയറ പറയുന്നു. Father, we submit
We humble ourselves in front of a God who gave his only son. ആ കുരിശിന്റെ ചുവട്ടിൽ ദേഹിയാത്മാവിനെ ഞങ്ങൾ സമർപ്പിക്കുന്നു. At the foot of the cross, we lay down our body, soul, and spirit. അങ്ങയുടെ പ്രോജക്റ്റ് അതിൻ്റെ ക്രമമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങയോട് കോപ്പറേറ്റ് ചെയ്ത് അങ്ങയെ സ്നേഹിച്ചുകൊണ്ട് അങ്ങയുടെ പുത്രന് തുല്യരായി ജീവിക്കുവാൻ ഇതാ സമർപ്പിക്കുകയാണ്. As your project is underway, help us to cooperate with that project in loving you, God. ഇഷ്ടമില്ലാത്തതും ഇഷ്ടമുള്ളതുമായ സംഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഭയപ്പെടാതെ എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ഒരു ദൈവം അതിൻ്റെ പിന്നിലുണ്ട് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. When there are things that happen that I necessarily do not like or care for, Father, help me to understand that you are behind it. അങ്ങയെ സ്നേഹിക്കുന്ന നാഥ, I love you, Father. അങ്ങയെ സ്നേഹിക്കുന്നു. I love you, God. അങ്ങയെ സ്നേഹിക്കുന്നു. I love you, God. സമർപ്പിക്കുന്നു. I submit myself. യേശു മൂലം പ്രാർത്ഥിക്കുന്നു, കേൾക്കുന്നു. In Jesus' name I pray.